അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഡെറാഡൂണിലാണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവരൊക്കെ നമ്മൾ മനീഷേട്ടൻ്റെ കൂടെയാണ്. മനീഷേട്ടൻ ആരാ എന്താണെന്നൊക്കെ അറിയാമല്ലോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ട്. കാരണം ഞാൻ ദേ ഇപ്പം നിൽക്കുന്നത് മനീഷേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലാട്ടോ, ഇവിടെ ഡെറാഡൂണിൽ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ മനീഷേട്ടൻ്റെ ചാനലിൽ ഏകദേശം 1500-1700 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ചിലവ് വഹിക്കണമല്ലോ. ചിലവ് വെച്ചപ്പോൾ മനീഷേട്ടൻ പറഞ്ഞു നമുക്ക് ഒരു നാട്ടിൽ നിന്ന് വിട്ടാൽ പിന്നെ ഞാൻ കേരള ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് നല്ല നാടൻ കപ്പയും, നാടൻ കപ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂപ്പര് കുറച്ച് കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പ പുഴുങ്ങയും അതേപോലെ തന്നെ പോത്തും കൂടെ നമ്മൾ പുള്ളിക്കാരൻ കാണുന്ന പോലെ നല്ല അടിപൊളി കുക്കും കൂടെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കി നമുക്ക് തരും. അപ്പോൾ ആദ്യം തന്നെ കപ്പ പറക്കണം. എല്ലാ പരിപാടി ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. മനീഷേട്ടൻ കപ്പയൊക്കെ പറിക്കാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. മനീഷേട്ടാ കപ്പ പറിക്കല്ലേ? ഓ ഇത് നോക്കിയേ, ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യില് തൂമ്പ. ഇതാണോ തൂമ്പ? ഇവിടെ ഇങ്ങനത്തെ തുമ്പ കിട്ടത്തുള്ളൂ. ഓക്കെ, തുമ്പ കിട്ടില്ല. എവിടെ കപ്പ ഇട്ടേക്കുന്നത്? നമ്മള് പല സ്ഥലത്തുണ്ട്. ഒരു കപ്പ അതിന്റെ അകത്തുണ്ട്. പക്ഷേ ഉണ്ടല്ലോ മരം വെട്ടി മൊത്തം പോയി. ഇതാണല്ലേ വീട്? ഇത് മുകളിൽ വേറെ ടീമാ, താഴെ വേറെ ടീമാ? നമ്മള് താഴെയാണ്. മലയാളികൾ തന്നെ താമസിക്കുന്നത്. ആണോ? നമ്മൾ താഴെ താമസിക്കുന്നത്. അവരിപ്പോ നാട്ടിൽ പോയിരിക്കും കൂടെ. കാരണം ഓഹോ, അപ്പോ ഇതൊരു റെസിഡൻസ് ഏരിയ അല്ലേ? റെസിഡൻസ് ഏരിയയില് പാർക്കാണ്. ഇവിടുത്തെ ഇവരുടെ പാർക്കിന്റെ അകത്താണ് മനീഷേട്ടൻ കപ്പ ഇട്ടേക്കുന്നത്. പാർക്കിന്റെ അകത്ത് നമ്മൾ കപ്പ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവർ ഈ പാർക്ക് തെളിച്ച കൂട്ടത്തിൽ ഈ കപ്പ വെട്ടിക്കളഞ്ഞായിരുന്നു. എന്നിട്ട് നമ്മൾ പറിച്ചില്ല. അതൊന്ന് പറിച്ചു നോക്കൊണ്ടോന്ന്. ഇവിടെ കപ്പേനെ മൂട് നിൽക്കുന്ന കാണാം. വെട്ടിക്കളഞ്ഞല്ലേ? അവര് വെട്ടിക്കളഞ്ഞായിരുന്നേ. അപ്പം പിന്നെ ഇത് അവർക്കറിയത്തില്ലായിരുന്നു ഈ കപ്പ എന്ന് പറഞ്ഞ സാധനം എന്നാന്നുള്ള കാര്യം. അപ്പൊ അവരാണ് ചോദിച്ചത് എങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഭൂമിക്കടിയിലാണ് ഇത് കളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചൊന്നും വെട്ടിയിരിക്കുന്നു. ഇവിടുത്തെ പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, അത് സാറേ കുഴപ്പമൊന്നുമില്ല, ഇതിന്റെ സാധനം ഭൂമിക്കടിയിലാണ് ഉണ്ടാകുന്നത്, മോളി വെട്ടിക്കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഈ കപ്പ ഡെറാഡൂണിലെ കപ്പ. ഡെറാഡൂണിൽ ദേ ഇവിടെ ഇട്ടേക്കുന്ന കപ്പയാണ്. എന്തായാലും നമുക്ക് ഒരെണ്ണം മാന്തി നോക്കാം. കിട്ടുമോ സാധനം? കിട്ടുമോ? കപ്പ ഉണ്ടാവും. നമുക്ക് നോക്കാം. കിട്ടും നോക്കാം. തുടങ്ങുക അല്ലേ? തുടങ്ങിയേക്കാം. അപ്പം ഞാനൊരു ഇൻട്രോ അങ്ങ് എടുത്തു. നമ്മുടെ ഉദ്ഘാടന ഇൻട്രോ. അതന്നെ, പുതിയ ക്യാമറയിലുള്ള ഇതൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എസ് എ ക്യാമിൻ്റെ പുതിയ ക്യാമറയാണ്. അപ്പോൾ ഇനി മൂപ്പറുടെ കളികളൊക്കെ ആ ക്യാമറയിലാട്ടോ. ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ മനീഷേട്ടൻ അവിടെ പരിപാടി തുടങ്ങി. എവിടെ ചെന്നാലും നമ്മളിങ്ങനെ മുതൽ കാടേണ്ടി വരും. സാധനം ഉണ്ടാവുമല്ലോ അല്ലേ? പോത്തൊക്കെ രാവിലെ വെച്ചിട്ടുണ്ട്. ഇനി കപ്പ കിട്ടിയില്ലെങ്കിലാ. കപ്പ വെട്ടി കളഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പം അതിനകത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യം യാതൊരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ പോത്ത് മാത്രം ചോറുമായിട്ട് കഴിക്കേണ്ടി വരുമല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി മേടിക്കാം. ഇല്ലേ നമ്മൾ കപ്പ വാങ്ങിച്ചിട്ടായാലും ഇന്ന് കപ്പ പുഴുങ്ങും കേട്ടോ. പുഴുങ്ങല്ലേ? കപ്പ പുഴുങ്ങാം. എന്തൊക്കെ പണി ചെയ്യണല്ലേ? ഓ, അപ്പോൾ ഇതാട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഇതെല്ലാം ഒരേ സമയത്ത് ഇട്ടതാ. ഏത് മാന്തിയാലും ഇതിങ്ങനെ തന്നെ ആവൂലേ? ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നാ വെച്ചാൽ അവർ വെട്ടിക്കളഞ്ഞില്ലായിരുന്നോ? ഓ, അപ്പോൾ ഇത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് പറ്റില്ല. നമുക്ക് അടുത്ത സ്ഥലത്ത് നമുക്ക് പോവാം. അപ്പോൾ അത് പറ്റില്ല. അപ്പുറത്തെ വേറെ എവിടെയോ ഇതേപോലെ തന്നെ ഉണ്ട് കപ്പയുള്ള സ്ഥലം. അവിടെ പോയിട്ട് നമുക്ക് പറയാം. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ട്രാവലും കാര്യങ്ങളൊക്കെ ഈ നാനോയിലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്കൂട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, വണ്ടി ഇവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ മനുഷ്യരുടെ എൻ്റെ വണ്ടീൻ്റെ ഓയിലൊക്കെ ഒന്ന് മാറ്റാനുള്ളൊരു വർക്ക്ഷോപ്പ് സർവീസിന് നമുക്ക് കാണിക്കാം. എന്തായാലും 10,000-2,500 കിലോമീറ്റർ ഓടാനായി. മാറ്റുന്നതായിരിക്കുമല്ലേ നല്ലത്? ടയർ സെറ്റപ്പ്. ടയർ ഞാൻ വരുന്നതിനും വിട്ടത്. പക്ഷെ പഞ്ചറുണ്ട്. അന്ന് വലിയ പഞ്ചറാണ് കിട്ടിയേക്കുന്നത്. ഒരു പഞ്ചർ കിറ്റും കൂടെ നമുക്ക് എവിടുന്നേലും ഡെറാഡൂണിൽ ഒപ്പിക്കണം. വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒന്ന് സർവീസിന് കയറ്റണം എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ ഉടനെ ലോങ് ഒന്നും ഇപ്പോൾ എന്തായാലും പോകുന്നില്ല. ഈ ഒരു ഡിസംബർ കഴിഞ്ഞിട്ട് ഇനി അടുത്ത വലിയ ട്രിപ്പൊക്കെ പ്ലാനുള്ളൂ. ഒരു കർഷകൻ വ്ളോഗർ അയാൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ? അതന്നെ, ഒരു നേഴ്സും കർഷകനും വ്ളോഗറും എല്ലാം കൂടെ. ഈ എപ്പിസോഡ് പ്രത്യേകം മെയിൽ നേഴ്സുമാർക്ക് സമർപ്പിക്കണം കേട്ടോ. അതെ. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ തൂമ്പ. അല്ല, ആൾക്കാര് ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് പുറത്തൊക്കെ പോയിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പാടിനൊപ്പം ഇതുപോലുള്ള ഒരു ഇതുപോലുള്ള എന്റർടൈൻമെന്റിലും നമുക്കുണ്ടല്ലോ പലപ്പോഴും നല്ല ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ കഴിക്കുകയെങ്കിലും ചെയ്യാലോ. അതെ. ഇവിടെ ആണോ? അതെ, ഇവിടെ. ഓ, ഇതിവിടെ എല്ലാവരും കൂടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണോ? കപ്പയുണ്ട്. അതുപോലെ വേറെ കുറെ ഉണ്ടല്ലോ. കപ്പയുണ്ട്, കപ്പളങ്ങയുണ്ട്,
കടുകുണ്ട്, സകല സംഭവങ്ങളും ഉണ്ട്. ഇത് ഇവിടുത്തെ ആൾക്കാരുടെ ആണോ അതോ ഇതേപോലെ ഓരോരുത്തർ? കപ്പ നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. നമ്മുടെ മുകളിലുള്ള ആ ഒരു ചേട്ടനുണ്ട്, പുള്ളിയും കൂടി ഇട്ടാ. ബാക്കിയൊക്കെ ഇവരുടെ തന്നെയാണ്. പൊതുവെ ഇവിടെ കപ്പ അങ്ങനെ ആരും ഇടത്തില്ല. ഇവിടെ ഇല്ല, ഇവിടെ അങ്ങനെ ആരും കപ്പ അങ്ങനെ ഇടത്തില്ലല്ലോ. ഇവിടെ അകത്ത് അവർക്ക് ഇതൊക്കെ ഉണ്ട്, പശുവൊക്കെ ഉണ്ട്. പശുവും പട്ടിയും എന്ന് വേണ്ട സകല സംഭവങ്ങൾ. ഇതൊരു ഫാം ഹൗസ് ആണ്. മൊത്തം ശുദ്ധമായ പാല് കിട്ടും. നമുക്ക് കൊണ്ട് പാക്കറ്റ് പാലൊന്നും മേടിക്കണല്ല, നമ്മൾ പാലൊക്കെ മേടിക്കുന്നത്. ഓക്കെ. ഈ ഒരു റെസിഡൻസ് ഏരിയന്റെ ഉള്ളില് ഇത് ക്യാരറ്റ് ആണോ? ഇത് മൂലി വെള്ള സാധനം മൂലി. മറ്റേ നമ്മള് ഫുഡിന്റെ ഒപ്പം തരുന്നത്. ഇവിടുത്തെ അതിന്റെ പേര് ഞാൻ കുറേ അന്വേഷിച്ചു. ഇവിടെ ക്യാരറ്റ് പോലൊരു സാധനം ഉണ്ട്, മൂലി എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ ഒരു പ്ലേറ്റ് നമ്മൾ ചോറോ അല്ലെങ്കിൽ റൊട്ടിയൊക്കെ കഴിക്കുമ്പോൾ സൈഡ് ഡിഷായിട്ട് ഇങ്ങനെ ഒരു വെള്ള സാധനം മുറിച്ച് കൊണ്ടിടും. ആ സാധനം കേട്ടോ ഇത്. മൂലി ക്യാരറ്റ് പോലെയാണ് അതിൻ്റെ ചെടി കണ്ടാൽ. അതും ഇതേപോലെ മണ്ണിനടിയിലുണ്ടാകുന്ന സാധനം. ആ സാധനമാണ് അവർ കഴുകി മുറിച്ച് നമുക്ക് ആ ഫുഡിൻ്റെ ഒപ്പം തരുന്നത്. ഇതാണ് സാധനം ഞാൻ പറഞ്ഞ മൂലി. കണ്ടാൽ ക്യാരറ്റ് പോലെ, വെള്ള ക്യാരറ്റ് പോലെ ഇരിക്കും. ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇതിൻ്റെ ഇലയും നമുക്ക് കറിയൊക്കെ വെക്കാനുണ്ട് കേട്ടോ. അവിടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ കൃഷിയുണ്ട്. മൂപ്പര് അതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. കുക്കിംഗ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നേ. ഇതിപ്പോൾ ഫാമിങ്ങും എല്ലാം കൂടെ ആയിട്ട് കൃഷിപരമായിട്ടൊരു വീഡിയോ ആവുമല്ലോ. മൊത്തത്തിൽ കൃഷിയും അതുപോലെ ഇവിടെ പശുവിൻ്റെ ഒരു ചെറിയൊരു ഫാമുണ്ട്. 10-15 പശുവുണ്ട്. ഇത് കണ്ടില്ല, ഇവിടെ കണ്ടോ? ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിനുള്ളിൽ കേട്ടോ പശുവിനെ ഇറക്കി കെട്ടുന്നത്. അതിന് ഇവിടെ ഓരോ കുറ്റി ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്, ഓരോ പശുവിനെ കെട്ടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് റൗണ്ടിൽ. ഇതുണ്ടോ? ഇത് കടുകിൻ്റെ ചെടിയാട്ടോ. ഇവിടെ കടുകിൻ്റെ കുറച്ച് ഒരു ഏരിയ ഉണ്ട്. ഇതുണ്ടോ? ഇതിൻ്റെ ഉള്ളിലാണ് കടുക് ഉണ്ടാവുക. ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അമ്മ ഫുള്ള് പൂക്കളായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ കപ്പ പറിച്ചു നോക്കാം. ഇത് അത്യാവശ്യം വലുതാണല്ലോ. അതെ. നമ്മൾ മുമ്പേ അവിടെ നിന്ന് പറിച്ച കപ്പയ്ക്കകത്ത് നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഈ കപ്പയൊന്ന് പറിച്ചു നോക്കാം. ബിബിന് ലക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കപ്പ കാണും. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് കപ്പയും പോത്തൂടെ ഉണ്ടാക്കി നമ്മൾ ബിബിനൊന്ന് കൊടുക്കുന്നതാണ്. അതല്ലെങ്കിൽ എവിടെ നേരം നമ്മൾ കപ്പ ഒപ്പിക്കാൻ കേട്ടോ, പേടിക്കണ്ട. ഡെറാഡൂണിലൊരു കപ്പ നമുക്ക് കിട്ടുമോ നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ കൈപ്പുമ്പേ കണ്ടുള്ള പരിപാടിയെ നടക്കത്തുള്ളൂ. എന്താ അവസ്ഥ? കൊള്ളാം, കുഴപ്പമില്ല. അപ്പം നമുക്കുള്ളത് മതിയല്ലോ. നമുക്കുള്ള കിട്ടി, ഒരു കുഴപ്പമില്ല. സെറ്റ്. നമ്മളിന്ന് പോത്ത് കൂടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. സ്വന്തമായി കൃഷി ചെയ്ത് അപ്പോൾ നമ്മളിതാ കപ്പയൊക്കെ പറിച്ചിട്ട് തിരിച്ചു നമ്മൾ മനുഷ്യൻ്റെ റൂമിൻ്റെ ടെറസിൽ വന്നിട്ടോ. നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. കാര്യങ്ങളെല്ലാം നമ്മൾ ടെറസിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നായ ഉണ്ട് കേട്ടോ. ഇതിന് എവിടെ നിന്നാണ് കിട്ടിയേ? റോഡ് സൈഡിലുള്ള 2-3 നായ ഉണ്ടായിരുന്നേ. ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുങ്ങൾക്ക് ഭക്ഷണം ഒന്നും ആരും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളെ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ നമ്മളിവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന നേരത്തെ ഒറ്റ കുരങ്ങൊന്നും വരാൻ സമ്മതിക്കത്തില്ല. ഭയങ്കര സ്നേഹമാണ്. എന്റെ കൂടെ ഞാൻ പെട്രോൾ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ വരും. ഈ സൊസൈറ്റിക്ക് തന്നെ വണ്ടി ഒച്ച കേട്ട് കഴിഞ്ഞാൽ അപ്പം വീടിന്റെ ഭാഗത്ത് വരും. ഇതിപ്പോൾ ഇവിടെ വന്ന് ടെറസിൽ കയറി വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. റോട്ടിൽ കിടക്കുന്ന പട്ടിയാണ് നമ്മളവിടത്തെ കൂടി ഇംഗ്ലീഷ് പഠിച്ചു കണ്ടില്ലേ? അപ്പം ഇരിക്കും. അത് തന്നെ സ്റ്റാൻഡേർഡായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റംസ്. കപ്പയുണ്ട്, അതുപോലെ കുക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം. പോത്തുണ്ട്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇത് പ്രശ്നമാണോ? അങ്ങനെ കുഴപ്പമില്ല, നമുക്കിത് വാങ്ങാനൊക്കെ കിട്ടും. അവിടെ വാങ്ങാൻ ഇഷ്ടം പോലെ കടകളുണ്ട്. പോത്ത് വാങ്ങുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കഴിക്കുന്നതുകൊണ്ടും പ്രശ്നമല്ല. അത്രേ ഉള്ളൂ. ആദ്യം പ്ലാൻ ചെയ്ത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഒന്നാമത് സമയം ലേറ്റ് ആയി. ഇവിടെ നമ്മൾ 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഇവിടുന്ന് തന്നെ കുക്ക് ചെയ്ത് ഇവിടുന്ന് തന്നെ കഴിക്കുന്നതാണ്. ഇപ്പോൾ മനുഷ്യട്ടൻ സാധനങ്ങളൊക്കെ സെറ്റാക്കും. കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അത് നമ്മുടെ ചാനലിൽ കാണും. അത് മനുഷ്യട്ടൻ്റെ ചാനലുണ്ടാവും. അത് നമ്മുടെ ചാനലിൽ കാണും. അപ്പോൾ നിങ്ങൾ വന്ന് നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ ക്യാമറ ഒക്കെ മാറ്റിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ ശ്രമിക്കാൻ സ്റ്റെബിലിറ്റി ഒക്കെ വരാൻ നമ്മൾ ശ്രമിക്കുന്ന കേട്ടോ. വരും. ഇതൊക്കെ കഴിഞ്ഞാലും വേറെ അടിപൊളി കുക്കിങ്ങിന്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്തായാലും. ഇത് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ
1000 സബ്സ്ക്രൈബർ ആയതിന്റെ ഒരു ചെലവ് നമ്മള് ബിബിന് നമ്മൾ കൊടുക്കുന്ന കേട്ടോ. വേറെ ആരും ഇതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സ് കപ്പയും പോത്തൊന്നും മേടിച്ച് ഇത് കൊടുത്തിട്ടില്ല, ചെലവ് വെച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ബിബിനോട് ചോദിച്ചു. ബിബിൻ പറഞ്ഞു നമുക്ക് പുറത്തൊന്നും പോകണ്ട, വലിയ ചെലവൊന്നും വേണ്ട, മനീഷേട്ടൻ കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ തന്നെത്താൻ ഉണ്ടാക്കി തരുന്ന എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബിബിൻ അപ്പോൾ ഒത്തിരി നാളായി കപ്പയും പോത്തൊക്കെ കഴിച്ചിട്ടേ, എന്നാൽ പിന്നെ നമ്മൾ കപ്പയും പോത്തും ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ ഒരു നാടൻ സ്റ്റൈലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ ബാച്ചിലർ ലൈഫിലായിരുന്ന സമയത്ത് ബാംഗ്ലൂരൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കത്തില്ലേ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പടപടയെ നമ്മൾ അരിഞ്ഞ് ഉണ്ടാക്കി അപ്പളെ കുക്കറിൻ്റെ അകത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റപ്പ് കേട്ടോ. പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബാച്ചിലേഴ്സിന് നമുക്കും അത് മതി, അത് സെറ്റായിരിക്കും. ഓക്കെ. ഇങ്ങനെ സവാള അറിയാൻ എവിടുന്നാ പഠിച്ച്? നമ്മള് ബാംഗ്ലൂരൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ തനതാൻ എങ്ങനെ കുക്ക് ചെയ്ത് പഠിച്ചാണ്. നമുക്ക് ഒട്ടും സമയമില്ല. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതും പിന്നെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ പോകേണ്ടതേ ലഞ്ച് ബ്രേക്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അന്നേരം നമ്മൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ സ്പീഡില്ലാത്തവർ നമ്മൾ സ്പീഡിലങ്ങ് അരിഞ്ഞു പോകും. നമുക്ക് പെട്ടെന്ന് അങ്ങ് അരിയുന്നു, പോത്ത് ഇത് വരട്ടുന്നു, പോത്തിൻ്റെ അത് ഇടുന്നു, അന്നേരം ഒരു പിസിൽ അടിപ്പിക്കുന്നു, പരിപാടി തീരുന്നു. അത്രേ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ട് താനും കേട്ടോ, ചുമ്മാ ടേസ്റ്റ് ഇല്ലാത്തൊന്നും അല്ല. അത് ഞാൻ കഴിച്ചു നോക്കിയിട്ടേ പറയുള്ളേ. അതെ, അത് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറയായിരുന്നു ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കുന്ന ഒരു പരിപാടി ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളി അരിഞ്ഞു, ഇഞ്ചി അരിഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പോത്തിൻ്റെ പരിപാടിയൊക്കെ തീർത്തതേ അത് അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് മനീഷേട്ടാ. പോത്ത് തകർക്കൂലേ? നേഴ്സുമാരുടെ പവറാണല്ലേ? നേഴ്സുമാരുടെ പവറാണ്. നേഴ്സുമാരൊരു സാധനം ഉണ്ടാക്കാൻ ഏറ്റാണല്ലോ, അത് ഏറ്റതാണ്. അതുകൊണ്ടല്ലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കായിരുന്നു. അത് തന്നെ ഞാൻ ആദ്യം മൂപ്പരോട് ചോദിച്ചത്, ഇവിടെ ഡെറാഡൂണിൽ എവിടെയെങ്കിലും കേരള ഹോട്ടൽ ഉണ്ടോ? അപ്പോൾ ഡൽഹിയിലൊക്കെ ഉണ്ട് കേരള ഹോട്ടൽ, അതുപോലെ ഡെറാഡൂണിൽ എവിടെയെങ്കിലും ഹോട്ടൽ ഉണ്ടോ ചോദിച്ചപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല അല്ലേ? ഇവിടെ ഒരു മലയാളി ഹോട്ടൽ ഇപ്പം നിലവിൽ ഇല്ല. ഞാൻ അവിടെ പോയിട്ട് നമ്മളുണ്ടല്ലോ, നമ്മളെല്ലാ മേഖലയിലും കൈവെക്കുമല്ലോ. അത് തന്നെ, ഇതൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോ തുടങ്ങിയാലോ, ഒരു ഹോട്ടലിലൂടെ തുടങ്ങിയിട്ട് ഒരു ഹോട്ടലിലൂടെ തുടങ്ങാൻ മാത്രം കർത്താവല്ലേ തീരുമാനിക്കുന്നത്. അത് തന്നെ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഹോട്ടൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൂപ്പര് പറഞ്ഞു നമുക്ക് തന്നെ വെച്ച് ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ ഈ 1K കൂടെ എല്ലാം കൂടെ ആയപ്പോൾ എന്നാൽ പിന്നെ അത് ഇപ്പൊ തന്നെ അങ്ങ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ്. ഇതിന് എങ്ങനെ ഉണ്ടല്ലോ, ഒരു 10K ആയി കഴിഞ്ഞാലേ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അതന്നെ, ഞാൻ എവിടെ ആയാലും ഞാൻ ഇങ്ങോട്ട് വരും 10K ആവുമ്പോൾ. 10K ആണെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്തു പോയി. അതന്നെ, എല്ലാരും കയറി നോക്കട്ടെ, എല്ലാരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മൂപ്പറ ചാനലിൽ അടിപൊളി സാധനങ്ങളൊക്കെ വരും ഭാവിയിൽ. അതെ, നമ്മളൊരു 10K ആയി കഴിഞ്ഞാല് നമ്മള് 10K ആവുന്നതിന് മുന്നേ നമ്മൾ പുറത്തു പോകും. 10K ആകുന്ന ദിവസം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ഇന്ത്യക്ക് പുറത്തു പോകും. അതാണ്. പലരും കഴിഞ്ഞ ഏതൊരു വീട്ടിൽ നേപ്പാൾ പോകുന്ന കാര്യം പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്, അല്ല ഒരുമിച്ച് ആണോ പോകുന്നേ അല്ലേ പോകുന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പലർക്കും പല ഡൗട്ടാ. അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടോട്ടോ. ഒന്നാമത്തെ വിസിലടിച്ചു, 6 വിസിലല്ലേ പറഞ്ഞേ? അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കപ്പയും പോത്തും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി, എല്ലാം സെറ്റാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത്. എന്തായാലും നമ്മളെ മലയാളികൾക്ക് പോത്തില്ലാണ്ട് എന്ത് ഫുഡ്. അപ്പോൾ അതെ, മീനും അതുപോലെ തന്നെ മീൻ കഴിച്ചിട്ട് കുറേ, ഇനി എവിടെയെങ്കിലും മീനും കൂടെ ഒപ്പിച്ച് കഴിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ മനീഷേട്ടൻ വിളമ്പുന്നുണ്ട്, കപ്പയും പോത്തതേ അവിടെ ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അതുപോലെ നമുക്കിതേ ഇവിടെ കട്ടനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കട്ടനില്ലാണ്ട് നമ്മൾ മനുഷ്യൻ്റെ എല്ലാ വീഡിയോയിലും ഒരു കട്ടൻ അടിച്ചിട്ട് അവസാനിപ്പിക്കുള്ളൂ. അതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പേൻ്റെ ഒപ്പം ഒരു കട്ടൻ ഉണ്ടെങ്കിൽ രസമല്ലേ? അപ്പോൾ അതൊന്ന് നോക്കട്ടെ. കപ്പ പുഴുങ്ങിയതും നല്ല ഒന്നാം തരം നാടൻ നേഴ്സിംഗ് സ്റ്റൈല് പോത്തുകറി പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. നേഴ്സിംഗ് സ്റ്റൈല് അത് തന്നെ, അതാണ് ഹൈലൈറ്റ്. പെട്ടെന്ന് ഇങ്ങനെ കപ്പയെ കൊണ്ട് മുറിച്ചിട്ട് ഈ പോത്ത് ചാറ് കൂട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. എന്താ പാട്, പുളിയല്ലേ? പറയുന്നതിന് മുന്നേ ഒന്നുകൂടെ എടുത്തിട്ട് മറുപടി പറയാം. ആ ടേസ്റ്റേ സൂപ്പർ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ശരിക്കും ഒന്നേ.
അപ്പോൾ ഇതേ കപ്പ, സംഭവം നൈസായിട്ടോ. അപ്പോൾ അവിടെ കട്ടൻ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ കൂട്ടിയിട്ടൊരു പിടി പിടിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് എന്തായാലും കാണാം. ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മൂപ്പറുടെ ചാനലുണ്ട് കേട്ടോ. ഞാൻ കുക്കിംഗ് ഒന്നും മെയിനായിട്ടൊന്നും എടുത്തിട്ടില്ല എന്തായാലും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.